നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്തത് മോണോസാക്രൈഡ്സ്. മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ വിച്ച് കനോട്ട് ബി ഹൈഡ്രലൈസ്ഡ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്. സെക്കൻഡ് ടൈപ്പ് വന്നിട്ട് ഡൈസാക്രൈഡ്സ്. ഡൈസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. എന്താണ് അത്? ഗ്ലൂക്കോസ് അല്ല. ഇപ്പോൾ നമുക്ക് സുക്രോസ് ഒക്കെ ഡൈസാക്രൈഡ് ആണ്. കാരണം അത് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാകും. അത് ചേർന്ന് വെച്ചിരിക്കുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ്. സുക്രോസ് നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഓക്കെ, അടുത്ത് സെക്കൻഡ് വരുന്നത് ഒലിഗോസാക്രൈഡ്സ്. എന്താണ് ഒലിഗോസാക്രൈഡ്സ്? ഒലിഗോസാക്രൈഡ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റാഫിനോസ് ആണ്. ഒലിഗോസാക്രൈഡ്സ് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് 3 to 10 മോണോസാക്രൈഡ്സ് കിട്ടും. റാഫിനോസിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് റാഫിനോസ് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് കിട്ടും. അടുത്ത് വന്നിട്ട് പോളിസാക്രൈഡ്സ് ആണ്. പോളിസാക്രൈഡ്സ് വന്നിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹോമോപോളിസാക്രൈഡും രണ്ടാമത്തത് ഹെട്രോപോളിസാക്രൈഡും. ഹോമോപോളിസാക്രൈഡും ഹോമോപോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ ഹെട്രോപോളിസാക്രൈഡിന് നമുക്ക് ഇനുലിൻ ഒരു എക്സാമ്പിളാണ്. ഹോമോപോളിസാക്രൈഡിന് എക്സാമ്പിൾ സ്റ്റാർച്ചും സെല്ലുലോസൊക്കെ വരും. അതിൽ തന്നെ ഈ പോളിസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പം വൈഡ്ലി സ്പ്രെഡ് ആണെങ്കിൽ അതിന് എക്സാമ്പിളാണ് സ്റ്റാർച്ചും സെല്ലുലോസും. വൈഡ്ലി സ്പ്രെഡ് അല്ലാത്തതിന് എക്സാമ്പിളാണ് പെൻഡോസാൻസ്. ഇനി നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ടാണ് ഷുഗേഴ്സും നോൺ ഷുഗേഴ്സും. ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആയിരിക്കും, ക്രിസ്റ്റലൈൻ ഇൻ സ്ട്രക്ചർ ആയിരിക്കും. ഷുഗേഴ്സിന് ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഷുഗേഴ്സിന് നമുക്ക് എക്സാമ്പിൾ ഞാൻ വരുന്ന വഴി പറഞ്ഞു തരാം. ടെക്സ്റ്റിൽ കണ്ടില്ല. നോൺ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്റ്റലൈൻ, ദാറ്റ് ഇസ് അമോഫസ് ആയിരിക്കും, ടേസ്റ്റ്ലെസ് ആയിരിക്കും. ഓക്കെ, ഷുഗറിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ് ഒരു ഷുഗറിന് എക്സാമ്പിളാണ്. നോൺ ഷുഗർ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ പോളിസാക്രൈഡ്സ് ഒക്കെ നോൺ ഷുഗേഴ്സിന് അണ്ടർ വരും. മോണോസാക്രൈഡും ഡൈസാക്രൈഡൊക്കെ ഷുഗേഴ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഈ മോണോസാക്രൈഡിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷൻ ആദ്യം വരുന്നത് ബയോസസ് ആണ്. ബയോസസ് എന്ന് പറഞ്ഞാൽ CH2OH CHO. ഇതാണ് ബയോസിന് എക്സാമ്പിൾ. ബയോസിസ് എന്ന് പറഞ്ഞാൽ CH2OH CHO. ഓക്കെ, ബയോസിന് എക്സാമ്പിളായി. ഇവിടെ അസിമെട്രിക് കാർബൺ ആബ്സെൻ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അടുത്തത് ടെട്രോസസ് ആണ്. ടെട്രോസസ് എന്ന് പറഞ്ഞാൽ CH2OH CHO. ഇതാണ് ടെട്രോസസ്. സോറി ഗൈസ്, ഇറ്റ്സ് ട്രയോസസ്. 3 അല്ലേ വരുന്നത്. 3 വരുന്നതുകൊണ്ട് നമ്മളതിനെ പറയുന്ന പേരാണ് ട്രയോസസ്. ഇപ്പം കാണാമല്ലോ, ട്രയോസസ് ആണ്. CH2OH CHO. ഇതിനെ നമ്മൾ ഗ്ലിസറാൽഡിഹൈഡ് എന്നും പറയും. കാരണം നമ്മളതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ CHO ഇവിടെ CHOH ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ H, ഇവിടെ OH, ഇവിടെ CH2OH. ഗ്ലിസറാൽഡിഹൈഡ് 2 ഉണ്ട്. ഡിയും ഒരു അസിമെട്രിക് കാർബൺ ആയതുകൊണ്ട് 2:1 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കാണും. ഡിയും L സ്ട്രക്ചറും ഉണ്ട്. അടുത്തത് ടെട്രോസസ് എന്ന് പറയുമ്പോൾ CH2OH CHO. ഇതാണ് ടെട്രോസസ്. ഇതാണ് ടെട്രോസസ്. അപ്പം ഈ ടെട്രോസസിൽ എന്ന് പറയുമ്പോൾ 2 അസിമെട്രിക് കാർബൺ ഉള്ളതുകൊണ്ട് 4 സ്ട്രക്ചർ ഉണ്ട്. ഡി ആൻഡ് എൽ എരിത്രോസ് ആണ്. കീറ്റോൺസിൽ ഒരു അസിമെട്രിക് കാർബണേ ഉള്ളൂ. അതുകൊണ്ട് 2 സ്ട്രക്ചറേ ഉള്ളൂ. എരിത്രോലോസ്. ഓക്കെ, അപ്പം എരിത്രോസ് എങ്ങനെ വരുമെന്ന് ആദ്യം പഠിക്കുക. എരിത്രോസ് എന്ന് പറയുമ്പോൾ നമ്മളെ ബേസ് സ്ട്രക്ചറാണ് ഇതാണ്. ഇതിൻ്റെ ഇനി ഐസോമറാണ് നമ്മൾ നോക്കേണ്ടത്. ബേസ് സ്ട്രക്ചർ ഇതാണ്, ഇതിൻ്റെ ഐസോമറാണ് നമ്മൾ നോക്കേണ്ടത്. എരിത്രോസ് എന്ന് പറയുമ്പോൾ ആദ്യം മുകളിൽ CHO കൊടുക്കുക. ഇവിടെ OH ഇവിടെ CH2OH. ഇതാണ് എരിത്രോസ്. ഓക്കെ, ഇതാണ് എരിത്രോസ് കഴിഞ്ഞിട്ട് ത്രയോസ് ആണ് നമ്മൾ നോക്കുന്നത്. ത്രയോസ് എന്ന് പറയുമ്പോൾ CHO CH2OH. ഇതിലെങ്ങനെ വരും? ഫസ്റ്റ് കാർബണിലൊരു വ്യത്യാസം വരും. OH. ഓക്കെ, ഇതാണ് ത്രയോസിൻ്റെ എക്സാമ്പിൾ. അടുത്തിനി
എരിത്രോലോസ് കീറ്റോൺസ് വരുന്നതാണ്. ഇതെല്ലാം ഡി ഫോംസ് ആണ് നമ്മൾ പറയുന്നത്. ഇത് ഡി എരിത്രോസ്, ഇത് ഡി ത്രയോസ്, അടുത്തത് എരിത്രോലോസ്. എരിത്രോലോസ് എങ്ങനെ വരും? ആദ്യം CHO വരും, എന്നിട്ട് C ഡബിൾ ബോണ്ട് O വരും, എന്നിട്ട് C 1 2 3. കീറ്റോണിൽ വരുമ്പോൾ മുകളിലും താഴെയും, മുകളിൽ ആൽഡിഹൈഡ് വരത്തില്ല, മുകളിലും താഴെയും എന്ത് വരും? മുകളിലും താഴെയും ആൽക്കഹോളേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതല്ല സ്ട്രക്ചർ. നമ്മുടെ സ്ട്രക്ചർ വന്നിട്ട് CH2OH, C ഡബിൾ ബോണ്ട് O, C 1 2 3 4 അല്ലേ വരുന്നത് ഇതിൽ? 4 എന്ന് പറയുമ്പോൾ CH2OH. അതിൽ ഇത് നോർമലി പറഞ്ഞ പോലെ OH വരും. ഓക്കെ, എരിത്രോലോസ് OH വരും. ഓക്കെ ആണോ? അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. കാർബോഹൈഡ്രേറ്റിൽ മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്. നമ്മൾ മോണോസാക്രൈഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ബയോസസ്, ട്രയോസസിൽ ഗ്ലിസറാൾഡിഹൈഡ് 2 എണ്ണം ഉണ്ട്. പിന്നെ ടെട്രോസസ് നമ്മൾ പറഞ്ഞു CHOH. അതിൽ എരിത്രോസിൽ ഒന്നും വ്യത്യാസമില്ല. ത്രയോസിൽ സെക്കൻഡ് കാർബണിൽ വ്യത്യാസം. എരിത്രോലോസിൽ മുകളിൽ താഴെയും അത് കീറ്റോൺ ആണല്ലോ, മുകളിൽ താഴെയും ആൽക്കഹോൾ വന്നിട്ട് നടുക്ക് കീറ്റോൺ വരും, പിന്നെ OH. ഓക്കെ, അടുത്തത് പെൻഡോസസ്. ഇതൊരു പെൻഡോസസിന് എക്സാമ്പിളാണ്. പെൻഡോസസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? CHOH. ഇതിലെന്ന് പറഞ്ഞാൽ 3 സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് 3 അസിമെട്രിക് കാർബണാറ്റം ഉണ്ട്. അപ്പം 2:3 8 സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരു സ്ട്രക്ചറാണ് റൈബോസ്. ഇത് ഡി റൈബോസ്, ഡി റൈബോസും L റൈബോസും വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പഠിക്കുന്നത് അരാബിനോസ് എന്ന് പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാവൂടാ? ഈ ഒരു കാർബൺ മാത്രം ഇൻ്റർചേഞ്ച് ചെയ്യും. CHO, CHOH, COHH, COHH, CH2OH. അതെന്തുവാണ്? അറാബിനോസ് ആണ്. അതെന്തുവാണ്? അത് അരാബിനോസാണ്. ഓക്കെ ആണോ? അപ്പം റൈബോസായി, അരാബിനോസായി, അത് കഴിഞ്ഞിട്ട് സൈലോസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിലൊരു വ്യത്യാസം വരും. മറ്റേ CHO, CHOH, COH, അരാബിനോസായി. അടുത്ത സൈലോസ് എന്നൊരു സംഭവമുണ്ട്. ഡി സൈലോസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സൈലോസ് എന്ന് പറയുമ്പോൾ CH, C 3 4 5 എന്ന് പറയുമ്പോൾ CH2OH. അപ്പം ഫസ്റ്റ് കാർബൺ നോർമലി OHH വന്നു. സെക്കൻഡ് കാർബണിൽ എന്ത് വരും? HOH. തേർഡ് കാർബണിൽ OHH. ഡി സൈലോസ് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് നമ്മളോട് ഡി ലൈക്സോസ്. ഡി സൈലോസ് കഴിഞ്ഞിട്ട് ഡി ലൈക്സോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാവൂടാ? CHO ആദ്യത്തെ 2 കാർബണിൽ മൊത്തത്തിൽ ചേഞ്ച് വരും. CHOH, CHOH, COHH, CH2OH. ഡി ലൈക്സോസ്. ഓക്കെ ആണോ? അടുത്തിനി ഇത് നമ്മൾ എന്തോ പറഞ്ഞത്? ഇത് ആൽഡിഹൈഡ് അല്ലേ? ഇനി കീറ്റോൺ ഗ്രൂപ്പിൽ അതിനെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കീറ്റോൺസിൽ വരുന്നത് 2 അസിമെട്രിക് കാർബണാണ്. ഡി റിബുലോസും ഡി സൈലോസും. സൈലുലോസ്. ഓക്കെ, കീറ്റോൺസിൽ പറഞ്ഞ 2 എക്സാമ്പിളാണ് ഡി റിബുലോസും ഡി സൈലുലോസും എന്ന് പറഞ്ഞാൽ വേറൊന്നും ഇല്ലടാ, എക്സ്പ്ലെയിൻ ചെയ്യൊന്നുമില്ല. ഇവിടെ ഡബിൾ ബോണ്ട് O വരും. ഇവിടെ സൈലോസിൻ്റെ ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ വരും. ബാക്കിയെല്ലാം നോർമലി ഉള്ളതുപോലെ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അതിൽ നമ്മൾ ബയോസസ് പറഞ്ഞു, ട്രയോസസിൽ 2 ഗ്ലിസറാൾഡിഹൈഡ് ഫോം പറഞ്ഞു, ടെട്രോസസിൽ എരിത്രോസും ത്രയോസും, കീറ്റോൺ വരുമ്പോൾ എരിത്രോലോസ് പറഞ്ഞു, പെൻഡോസസിൽ റൈബോസ്, അറാബിനോസ്, സൈലോസ്, ലൈക്സോസ്, പിന്നെ റിബുലോസും സൈലുലോസും കീറ്റോണിൻ്റെ 2 പറഞ്ഞു. ഓക്കെ ആണല്ലോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ഓക്കെ ആണല്ലോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹെക്സോസിസ് പറയുന്നില്ല, കാരണം ഹെക്സോസിസിൽ വരുന്ന 2 ഫോമാണ്. ഒന്ന് ഗ്ലൂക്കോസും ഫ്രക്ടോസും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്.